നൽകാൻ കഴിയുക. അറബി ഭാഷയുടെ മഹത്വവും അതിൻ്റെ ആശയ വൈപുല്യവും മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യുമ്പോൾ അല്പം കുറഞ്ഞു പോയേക്കാം. എന്നാലും സിൽമ് എന്ന പദത്തിന് സമാധാനം, സമർപ്പണം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവവും അള്ളാഹുവിന് സമർപ്പിച്ചവനാണ്. സമാധാനം ഉൾക്കൊണ്ടവനും സമാധാനത്തിൽ ജീവിക്കുന്നവനുമാണ് ഒരു മുസ്ലിം. അവന്റെ വാക്കിലും പ്രവൃത്തിയിലും അവന്റെ ഇടപാടുകളിലുമൊക്കെ ഈ സമാധാനത്തിന്റെ അനശ്വരമായ സന്ദേശങ്ങളാണ് വെളിവായി നിൽക്കേണ്ടത്. ഒരു സത്യവിശ്വാസി അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാവട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടാവട്ടെ എന്നാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമാധാനത്തിന് വേണ്ടി, അതുപോലെ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു സത്യവിശ്വാസി 5 നേരത്തെ നമസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം, അല്ലാഹുവേ നിന്നിൽ നിന്നാണ് സമാധാനമെന്നാണ് ഒരു സത്യവിശ്വാസി 5 നേരവും പള്ളിയിലിരുന്ന് അവൻ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് കരുണ പറ്റിയ മനസ്സിന്റെ ഉടമയാവാൻ അവന് സാധിക്കില്ല. അവന്റെ മനസ്സാർദ്രതയുള്ളതായിരിക്കും, അലിവുള്ളതായിരിക്കും, കനിവുള്ളതായിരിക്കും, കിനിവുള്ളതായിരിക്കും അവന്റെ ഹൃദയം. അതുകൊണ്ട് ഫസാദിന്റെ പ്രവർത്തനങ്ങൾ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഫിത്നകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഫിത്നക്ക് ബലമേകുന്ന പ്രവർത്തനങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതാണല്ലോ വിശുദ്ധ ഖുർആൻ ഫിത്നയെ സംബന്ധിച്ച് പറഞ്ഞത്. ഫിത്ന പടച്ച തമ്പുരാൻ ഒരിക്കലും ഇഷ്ടമില്ല. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. കാരണം അല്ലാഹു അർ-റഹ്മാൻ അർ-റഹീം, പരമകാരുണികനും കരുണാനിധിയുമാണ്. അങ്ങേയറ്റം അടിമകളോട് ആർദ്രതയും അലിവുമുള്ള പരമകാരുണികനായ റബ്ബ്. ആ റബ്ബ് മനുഷ്യരോട് പറയുന്നത്, മനുഷ്യരെ ഞാൻ ഒരിക്കലും കുഴപ്പം നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നില്ല. ഭൂമിയിലെ സന്തുലനാവസ്ഥയും അതുപോലെ ഈ സന്തുലിനാവസ്ഥയും തകർത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാട് നിങ്ങളുടെ ഇടയിൽ നിന്ന് നാം ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പരമകാരുണികനായ അല്ലാഹു പ്രഖ്യാപിക്കുന്നത്. വഇദാ തവല്ല സആ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുക, അവർ തിരിച്ചു പോയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നു, അവർ വിളകൾ നശിപ്പിക്കുന്നു. എന്നാൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു ഒരിക്കലും കുഴപ്പം ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യന് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുക, ഛിദ്രതയുണ്ടാക്കുക, അന്ധഛിദ്രതയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ഇതൊരു മുസൽമാന്റെ വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ അവന്റെ ഒരു പെരുമാറ്റത്തിലോ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം വിട്ടുവീഴ്ചയുടെ അനശ്വരമായ സന്ദേശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരുണ്യത്തിന്റെ സന്ദേശങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ ഓരോ നിയമങ്ങളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ, അതിലൊക്കെ കരുണയുടെ കടലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിന്റെ കുടുംബരംഗം, അവിടെ കാരുണ്യം കാണാൻ കഴിയുന്നു. ഇസ്ലാമിന്റെ സാമ്പത്തിക രംഗം, അവിടെ കാരുണ്യം കാണാൻ കഴിയുന്നു. ഇസ്ലാമിന്റെ അനന്തരാവകാശ നിയമങ്ങൾ, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരുണ്യമാണ്. ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ, അവിടെ നമുക്ക് കാരുണ്യമാണ് കാണാൻ കഴിയുന്നത്. പ്രകൃതിയോട് സ്വീകരിക്കേണ്ട സമീപനങ്ങൾ, അവിടെ കാരുണ്യമാണ് കാണാൻ കഴിയുന്നത്. മനുഷ്യരോട്, മൃഗത്തോട്, ചുറ്റുപാടുകളോട് ഒക്കെ കാരുണ്യം കാണിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം, അതുപോലെ വിട്ടുവീഴ്ച മനസ്ഥിതിയെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ച് വായിക്കാത്തവരാരാണ്? ചരിത്രത്തിന്റെ ബാലപാഠം അറിയുന്നവർക്കൊക്കെ അറിയാം. ഹുദൈബിയ സന്ധിയാണ് ഒരു മഹാവിജയത്തിന് ബീജാഭാവം നൽകിയത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതിനെയാണ് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ, നിങ്ങൾക്കിതാ വലിയ വ്യക്തമായൊരു വിജയം നാം നൽകിയിരിക്കുന്നു എന്ന് പരമകാരുണികനായ അല്ലാഹു പറയുന്നത് ഈ ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചാണ്. ഹുദൈബിയ സന്ധിയിലൂടെ മുസ്ലിമീങ്ങൾക്ക് പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതുപോലെ പലർക്കും അതൃപ്തിയുണ്ടായി, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പക്ഷേ ഹുദൈബിയ സന്ധിയിലൂടെ ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുകയും ചരിത്രത്തെ തന്നെ മാറ്റിത്തിരുത്തുവാന് അത് കാരണമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം, വിട്ടുവീഴ്ചയുടെ സന്ദേശമാണ് ഇസ്ലാം, അതുപോലെ സഹിഷ്ണുതയുടെ സന്ദേശമാണ് ഇസ്ലാം, വിശാലമായ മനസ്ഥിതിയാണ് ഇസ്ലാം മനുഷ്യർക്ക് പകർന്നു നൽകുന്നത്. അതാണ് വലിയ വിജയമായി കൊണ്ട് ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹു മനുഷ്യരെ നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഇഹലോകത്തും പരലോകത്തും ആത്യന്തികമായി സമാധാനം ലഭിക്കുന്ന ഒരു ഭവനത്തിലേക്കാണ് പരമകാരുണികനായ റബ്ബ് നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം പഠിപ്പിക്കുന്ന, സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്ന
പരമകാരുണികനായ റബ്ബിന്റെ അടിമകൾക്ക് സമാധാനത്തിന്റെ ശാദ്വല തീരത്തിലൂടെയല്ലാതെ സഞ്ചരിക്കുവാൻ സാധിക്കുമോ? ഇല്ലേ, ഇല്ല. അല്ലാഹു പറഞ്ഞു, വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, പരമകാരുണികനായ അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ്. ഇഹലോകത്തും പരലോകത്തും സമാധാനം ലഭിക്കണമോ? പരമകാരുണികനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്ന, ലോകത്തിന് മതം പഠിപ്പിക്കാനായി അല്ലാഹു നിയോഗിച്ച പ്രവാചകന്മാർ വരച്ചു കാണിച്ചു തന്ന ആ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ സമാധാനത്തിന്റെ ഭവനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന വലിയ ഒരു സത്യമാണ് വിശുദ്ധ ഖുർആൻ മാനവതയെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു മുഅ്മിൻ, അവൻ അങ്ങേയറ്റം നിർഭയത്വം അനുഭവിക്കുന്നവനാണ്. അങ്ങേയറ്റം നിർഭയത്വം അനുഭവിക്കാൻ ഒരു വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും സാധിക്കില്ല. ഈ നിർഭയത്വത്തിന്റെ സ്രോതസ് അവന്റെ വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പ്രകാശം അവന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിശ്വാസത്തിന്റെ സർവ്വ ഇരുളുകളും അവിടുന്ന് നീങ്ങുകയാണ്. അപ്പൊ വിശ്വാസത്തിന്റെ യഥാർത്ഥ ഹിദായത്തിന്റെ സന്ദേശം അവന്റെ മനസ്സിൽ നിറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു കരുത്തും ഓജസ്സും ആർജവവും അവന്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനെ സാക്ഷ്യപ്പെടുത്തിയത്. അല്ലദീന ആമനു വലയൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ ശിർക്ക് കൊണ്ട്, ബഹുദൈവാരാധന കൊണ്ട് മലീമസമാക്കാതിരിക്കുകയും ആര് ചെയ്തുവോ അവനാണ് സമാധാനമുള്ളത്, അവരാണ് നിർഭയത്വം അനുഭവിക്കുന്നവര് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ആ നിർഭയത്വം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ, ആ നിർഭയത്വത്തിന്റെ അനിർവചനീയമായ അനുഭൂതി ആവോളം ആസ്വദിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ മാധുര്യം അനുഭവിക്കാനും വിശ്വാസത്തിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനും സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഫസാദ് ഉണ്ടാവില്ല, ഫിത്നയുണ്ടാവില്ല, ആർദ്രതയില്ലാത്ത പ്രവർത്തനം ഉണ്ടാവില്ല, ക്രൂരതയുടെ പര്യായമായി അവൻ മാറില്ല. മനുഷ്യരെ അന്യായമായി കൊല്ലുന്ന, മനുഷ്യരെ അന്യായമായി മനുഷ്യരുടെ അവകാശങ്ങളിലേക്ക് കടന്നു കയറുന്ന, അവരുടെ അഭിമാനം തകർക്കുന്ന, സ്വത്ത് പിടിച്ചെടുക്കുന്ന, അവരുടെ ജീവിതത്തിന് ഹാനി വരുത്തുന്ന പ്രവർത്തനങ്ങൾ പിന്നെ എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? കാരണം അവനറിയാം, വിശുദ്ധ ഖുർആൻ മനുഷ്യരെ പഠിപ്പിക്കുന്ന വലിയ ഒരു ആശയമുണ്ട്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല الناس ജമീഅൻ വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. ഒരു മറ്റൊരാളെ കൊന്നതിന് പകരമല്ലാതെ, അതല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമല്ലാതെ ഒരാളെ അന്യായമായി കൊണ്ട് ആരെങ്കിലും വധിച്ചാൽ അവൻ മനുഷ്യകുലത്തെ മുഴുവൻ വധിച്ചതിന് തുല്യമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ മനുഷ്യരോട് താക്കീത് നൽകുന്നത്. ഒരാളെ ജീവിക്കാൻ അനുവദിച്ചാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും ജീവിക്കാൻ അനുവദിച്ചതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുമ്പോ, വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോ, അതിന്റെ ആശയവും അർത്ഥവും ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്ത ഒരു വിശ്വാസി സമൂഹത്തിന് എങ്ങനെയാണ് നിരപരാധികളായ സമൂഹത്തെ കൊല്ലാനും, നിരപരാധികളുടെ സ്വത്ത് കവർന്നെടുക്കാനും, അവരുടെ അഭിമാനം പിച്ചു ചീന്താനും, അവരുടെ സ്വൈര്യം കെടുത്താനും, അവരെ ഭീതിപ്പെടുത്താനും, അവരെ ഭയത്തിന്റെ ഇരുളിൽ കെട്ടിയിടാനും സാധിക്കുന്നത്? ഇല്ലേ, ഇല്ല, ഒരിക്കലും സാധ്യമല്ല. കാരണം ഒരു വിശ്വാസിയുടെ ഹൃദയം നിറയെ സമാധാനമായിരിക്കും, ശാന്തിയായിരിക്കും, ആർദ്രതയായിരിക്കും. ആ ആർദ്രതയുടെ സന്ദേശങ്ങൾ മാത്രമേ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം അവൻ പിൻപറ്റുന്നത് ലോകത്തിന്റെ പ്രവാചകനെയാണ്. ലോകത്തിന് മതം പഠിപ്പിക്കാനായി അല്ലാഹു നിയോഗിച്ച പ്രവാചകന്റെ സവിശേഷത വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകത്തിന്റെ കാരുണ്യമായി കൊണ്ടല്ലാതെ പ്രവാചകരെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ സന്ദേശങ്ങൾ തീർച്ചയായും കാരുണ്യത്തിൻ്റെതായിരിക്കും. പ്രവാചകൻ കടന്നു വരുമ്പോ സമൂഹത്തിന്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ചരിത്രമറിയുന്നവർക്കൊക്കെ അറിയാം. ദയെന്തെന്നറിയാത്ത, കാരുണ്യമെന്തെന്നറിയാത്ത, അലിവെന്തെന്നറിയാത്ത ഒരു സമൂഹത്തെ കാരുണ്യത്തിന്റെ ഋജുരേഖയിലേക്ക് കണ്ണി ചേർത്തുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ സന്ദേശം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകി. അങ്ങനെയാണ് വലിയ ഒരു മാറ്റം പ്രവാചകൻ സാധിച്ചെടുത്തത് എന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. വിശ്വാസത്തിന്റെ വെളിച്ചം ആ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നപ്പോ ആ വിശ്വാസത്തിന്റെ സ്രോതസ്സിൽ നിന്ന് കാരുണ്യത്തിന്റെ കൊച്ചരുവികള് പൊട്ടി ഒഴുകുന്നതായി നാം കാണുന്നു. അപ്പൊ വിശ്വാസമാണ് കാരുണ്യ പ്രവർത്തനങ്ങളെ എല്ലാം അതിന്റെ സ്രോതസ് എന്ന് നാം വായിച്ചെടുക്കുകയാണ്. അപ്പൊ സമാധാന പ്രവർത്തനങ്ങൾ ഒരാളിൽ ഉണ്ടാവണമെങ്കിൽ, ശാന്തി ദൂതുമായി ഒരാൾ സഞ്ചരിക്കണമെങ്കിൽ, വിട്ടുവീഴ്ച മനസ്ഥിതി ഒരാൾ കാണിക്കണമെങ്കിൽ, സഹാനുഭൂതി ഒരാൾ കാണിക്കണമെങ്കിൽ, അടിസ്ഥാനപരമായി അവന്റെ ഹൃദയത്തെ കീഴടക്കേണ്ടത് വിശ്വാസത്തിന്റെ വെളിച്ചമാണ് എന്ന വലിയ ഒരു സന്ദേശമാണ് നമുക്ക് കാണാൻ
കഴിയുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ സന്ദേശമാണ് പഠിപ്പിച്ചത്. പ്രവാചകൻ പഠിപ്പിച്ചു, ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു. വൃക്ഷങ്ങൾ അന്യായമായി നിങ്ങൾ വെട്ടിനുറുക്കാൻ പാടില്ല, വൃദ്ധകളെ നിങ്ങൾ ഉപദ്രവിക്കാൻ പാടില്ല, കുഞ്ഞുങ്ങളെ അറുകൊല നടത്താൻ പാടില്ല, ഈ ഭൂമിയുടെ സമതുലനാവസ്ഥ തകർക്കാൻ പാടില്ല എന്നൊക്കെ ലോകത്തിന്റെ പ്രവാചകം പഠിപ്പിക്കുമ്പോ കാരുണ്യത്തിന്റെ മഹനീയമായ സന്ദേശമാണ് അതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അന്യമതസ്ഥരോട് പോലും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവന്റെ കടമകൾ നിർവഹിക്കണമെന്ന് മുസ്ലിമിനെ പഠിപ്പിക്കുമ്പോ എങ്ങനെയാണ് മതം മറ്റൊന്നായി എന്നതിന്റെ പേരിൽ അവന്റെ പേരിൽ കുതിര കയറാനും അവന്റെ അവകാശങ്ങൾ കവർന്നെടുക്കാനും അവന്റെ ആരാധനാലയങ്ങൾ തല്ലിത്തകർക്കാനും ഒരു മുസൽമാന് സാധിക്കുന്നത്? ഇല്ല, ഒരു മുസൽമാൻ അത് സാധ്യമല്ല.